നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് പുഴകൾ കരകവിഞ്ഞൊഴുകി കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ദുരിതബാധിതരെ സഹായിക്കാൻ പഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു. കെ ശൈലജ ടീച്ചർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജൂലൈ 30-ന് കണ്ണവം വനമേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കണ്ണവം, മുടപ്പത്തൂർ, ഇടുമ്പ, വട്ടോളി പുഴകളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ ജനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിനും സർവ്വതും നഷ്ടപ്പെട്ടവരെ സഹായിക്കുന്നതിനും വേണ്ടി പഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു. കെ ശൈലജ ടീച്ചർ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലത്തിലെ നിരവധി പഞ്ചായത്തുകളിൽ വലിയ തോതിലാണ് വെള്ളം പൊങ്ങി ഒരുപാട് കുടുംബങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായത്. ഇങ്ങനെയൊരു വെള്ളപ്പൊക്കം നമ്മൾ പ്രതീക്ഷിച്ചതല്ല. മലയിൽ ഉരുൾപൊട്ടിയതിൻ്റെ ഭാഗമായാണ് പുഴയിലൂടെ വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തി പുഴകൾ കരകവിഞ്ഞ് പുഴക്കരയിലുള്ള ഒട്ടേറെ വീട്ടുകളിലേക്ക് അധികം വേഗതയോടുകൂടി വെള്ളം ഓടിക്കയറിയത്. പകൽ സമയത്തായിരുന്നു എന്നുള്ളതുകൊണ്ട് ജീവാപായം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് വലിയ ഭാഗ്യമുണ്ടായി. അത് രാത്രി സമയത്താണ് ഈ ഉരുൾപൊട്ടിയ വെള്ളം ഒഴുകി വന്നിരുന്നെങ്കിൽ ആളുകൾക്ക് ജീവാപായം ഉണ്ടാകുമായിരുന്നു. അതിനിടയായില്ല എന്നുള്ളത് നമുക്കൊരു ആശ്വാസമുണ്ട്. എന്നാൽ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എങ്കിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഈ മലവെള്ളപ്പാച്ചിലിൻ്റെ ഭാഗമായി ഓരോ മേഖലയിലുണ്ടായത്. മട്ടന്നൂർ മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകൾ മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒന്ന് പടിയൂർ കല്യാടാണ്, മറ്റൊന്ന് കൂടാളിയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വാളൻ അധ്യക്ഷത വഹിച്ചു. വയനാട് ദുരന്തത്തിന്റെ വലിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ആകെ നടന്നുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകളാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടത്. അതിൻ്റെ ഭാവി പദ്ധതികളെല്ലാം ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഇത് കേരളത്തിൽ നടക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ദിവസം തന്നെയാണ് ജൂലൈ മാസം 30-ന് പുലർച്ചെ മുതൽ നമ്മുടെ പഞ്ചായത്തിലും അതിതീവ്ര മഴയുടെ ഭാഗമായിട്ട് ഉരുൾപൊട്ടി നൽകുകയും നാമെല്ലാം ഇടപെട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. രൂക്ഷമായ രീതിയിൽ തിരച്ചെത്തിയ മലവെള്ളം നമ്മുടെ പഞ്ചായത്തിലെ 243 വീടുകളിലാണ് കയറിയിട്ടുള്ളത്. പ്രളയം ദുരന്തം കാരണം കഷ്ടപ്പെടുന്ന പഞ്ചായത്തിലെ 340ഓളം കുടുംബങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ യോഗം ചർച്ച ചെയ്തു. വെള്ളപ്പൊക്കത്തിൽ തകർന്ന പാലങ്ങൾ പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റുകളോട് ആവശ്യപ്പെടുന്നതിന് യോഗം തീരുമാനിച്ചു. പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനും ഭാഗികമായി തകർന്ന വീടുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനും വെള്ളപ്പൊക്കം മൂലം ഗൃഹ ഉപകരണങ്ങൾ, ഫർണിച്ചറുകൾ, വീട്ടുപകരണങ്ങൾ എന്നിവ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാൻ ജനപ്രതിനിധികളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടി, യുവജന സംഘടനകൾ, സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ, വ്യാപാരി വ്യവസായ സംഘടനകൾ എന്നിവയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കാൻ അവലോകന യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UP ശോഭ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് AT അലിഹാജി, N വിജയൻ, ഇബ്രാഹിം മാസ്റ്റർ, സുനിൽകുമാർ, ദിനേശൻ, T പവിത്രൻ, C മധു, സജിത, പ്രമോദ്, ധർമ്മരാജൻ, മുജീബ് റഹ്മാൻ, റഫീഖ്, രഞ്ജിത്ത്, അനീഷ്, നസീർ, C വിജയൻ, N വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KM മാത്യു ചടങ്ങിന് സ്വാഗതവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജ രാജീവൻ ചടങ്ങിന് നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.